ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ച് സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ധൈര്യമുണ്ട് പോകാനായിട്ട്? നിന്നെ കൂട്ടുകാരികൾ കളിയാക്കും, ടീച്ചേഴ്സൊക്കെ ചോദ്യങ്ങളോട്ട് വരും. അപ്പോൾ നിനക്കതൊക്കെ തരണം ചെയ്യാൻ പറ്റുമോ വെച്ചാ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ചേട്ടൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് ഉറപ്പുണ്ട്. ശരി, നിനക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവളെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടാലോ? അപ്പോഴാണ് ബബിത വരിക കേട്ടോ. ബബിതയെ നിനക്കും കൂടെ പൊക്കൂടായിരുന്നോ? വേണ്ടച്ചാ, ഞാൻ ഇനി ഈ ഒരു വർഷം എങ്ങനെയെങ്കിലും പൊക്കോട്ടെ. എടി, ഒരു വർഷം വെറുതെ പാഴാക്കി കളയണോ? അടുത്ത വർഷം ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ ചേർന്നിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തോളും, അച്ഛൻ വിഷമിക്കണ്ട. ശരി, എന്നാൽ പിന്നെ നീ പോയിട്ട് വാ. നീ ഒറ്റയ്ക്ക് പോകണ്ട മോളെ, ഇന്നൊരു ദിവസം ഞാൻ നിന്നെ കൊണ്ടാക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് നീ പേടിക്കണ്ട, നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കൊന്ന് കാണണം. ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്ററെയും ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാം. അതാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ശരി അച്ഛാ, താങ്ക് യു. എന്നാൽ പിന്നെ അലീനെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അലീന വീണ്ടും പറയാം, മോളെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യമായിട്ട് വന്നാൽ നീ മറുപടിയല്ല കൊടുക്കേണ്ടത്. പുഞ്ചിരിച്ചു കൊണ്ട് അവരുടെ മുഖത്ത് നോക്കി നിൽക്കണം. അപ്പോൾ തന്നെ അവർ മിണ്ടാതെ അങ്ങ് പൊക്കോളും. അതാണ് വേണ്ടത് കേട്ടോ. ശരി ചേച്ചി. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിൽ പോകണം കേട്ടോ. ഇതേ സമയം ചരണിയുടെ വീട്ടിലേക്കാണെങ്കിൽ അവിടുത്തെ വുമൺസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് അവരങ്ങോട്ട് വരുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ അലീന വരുന്നെന്നും ഇവിടെ കാര്യങ്ങളൊക്കെ കുറച്ച് വഷളായിട്ടുണ്ടെന്നുള്ളതെല്ലാം നന്നായിട്ട് മനസ്സിലായി അവർക്ക്. അവർ കുറേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. അവർ നേരെ കയറി വരുവാണ്. ശരണ്യയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, ശരണ്യ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതിരിക്കുന്നു. ശരി, എനിക്ക് അവളെ ഒന്ന് കാണണം. പിന്നെ ഇവിടെ വേറൊരുത്തി കയറി വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ ശത്രുവിൻ്റെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ജോലിക്കാരി, അവളെ എന്തിനാണ് നിങ്ങളിവിടെ കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അതല്ല അവൾ വന്നത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനും അതിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ടാണ്. അവളെ എണീറ്റിപ്പിൻ നടന്നു ഒക്കെ ചെയ്തു, അവൾ സംസാരിച്ചു. അത് ശരി, അപ്പം നിങ്ങൾക്കതാണല്ലേ വലുത്? അവളെ എണീറ്റ് നടക്കാനും പുറത്ത് നടക്കാനും ഉല്ലസിച്ച് നടക്കുകയാണല്ലോ, അതാണ് വേണ്ടത്. ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചൊരു പെൺകുട്ടി വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ലേ വേണ്ടത്? അല്ല മാഡം എന്താ പറയണത്? എൻ്റെ മോളെ നീ സംസാരിക്കേണ്ടതെന്നാണോ? പുറത്തിറങ്ങി നടക്കണ്ട, പഴയ പോലെ ചിരിച്ചും കളിച്ചും നടക്കണ്ടെന്നാണല്ലോ. ശരി, എന്നാൽ പിന്നെ നിങ്ങൾക്കതാണെങ്കിൽ ആയിക്കോ. അതൊക്കെ ആവാം, പക്ഷേ അതൊക്കെ വീട്ടിനകത്തായാൽ മതി. ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ അവൾ പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയാണ്. അവളോട് സഹതാപം ഉണ്ടാവണം എല്ലാവർക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബക്കറ്റ് പിരിവ് നടത്താമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പൈസയൊക്കെ വേണ്ടേ നിങ്ങൾക്ക്? പോരാഞ്ഞിട്ട് ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടും. അല്ല ഇവൾക്ക് അപ്പം അകത്തേക്ക് കയറുമ്പോൾ ശരണ്യ പഠിക്കുന്ന കണ്ടു കേട്ടോ, ബുക്കൊക്കെ എടുത്തു വെച്ചിട്ടേ. അത് ശരി, നീ പഠിക്കുകയാണോ? അതെ. എന്ത് പഠിക്കുന്നു? ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പോകണ്ട. അതെന്താ മാഡം അങ്ങനെ പറയുന്നത്? അവൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. +2 നല്ല മാർക്കോടുകൂടി എല്ലാത്തിനും A+ഓടുകൂടി പാസ്സായ പെൺകുട്ടി അവൾക്ക് മെഡിസിന് പോകുന്നതാണ് താല്പര്യം. മെഡിസിന് പോകാനോ? അതൊന്നും നടക്കില്ല കുട്ടി. ഇനി വീട്ടിനകത്ത് ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ പോരാഞ്ഞിട്ടെ ഇനിയിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നാൽ ആളുകൾ എന്താ വിചാരിക്കുന്നറിയോ? ഓ, അവൾക്കവിടെ സങ്കടമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആരൊക്കെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ആണെന്ന് ആൾക്കാരങ്ങ് പറയും. എന്നിട്ട് ഇതൊക്കെ കള്ളക്കഥയായിരിക്കും. പിന്നെ ഈ ചതിച്ചവന്മാരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോവും. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് അവന്മാർ വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യും. മനസ്സിലായോ? ശിക്ഷ കിട്ടേണ്ടവർക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മളെന്താ വേണം? മറ്റുള്ളവരുടെ കണ്ണിൽ കാണിക്കാനെങ്കിലും നമ്മൾ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. പിന്നെ നിനക്ക് പഠിക്കേണ്ട ആവശ്യം എന്താ? ഗവൺമെൻറ് നിനക്ക് ജോലി തരും. പിന്നെ മുന്നോട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ് ജോലി കൊടുക്കുമെങ്കിൽ അത് എന്ത് ജോലിയായിരിക്കും മാഡം? എന്ത് ജോലിയാണ്? ഗവൺമെൻറ്റിൽ തന്നെ ഓരോ സ്ഥാപനങ്ങളിൽ സൂപ്പറായിട്ടും അറ്റൻഡർമാരായിട്ടും അല്ലെങ്കിൽ വേറെ ഗാർഡനിങ് ആയിട്ട് എന്തെല്ലാം ജോലിയുണ്ട്. അതാണോ കൊടുക്കുന്നത്? എൻ്റെ മോൾ അതിലും മികച്ച ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അവൾ പഠിക്കാൻ മിടിക്കുകയാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ അലീന എന്ന് പറയുന്ന കൊച്ചിപ്പോൾ ഇതിനകത്ത് കയറി വന്നിട്ടേ ഇവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇത്ര കാശ് തരാം, ഇത്രേ തരാം എന്നൊക്കെ പറഞ്ഞ്. അതിന് നിങ്ങൾ വഴങ്ങി കൊടുക്കണം. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ കുട്ടി അതൊന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ടാണോ അവൾ ഇവിടെ വന്നിട്ട് ഇവള് പറഞ്ഞില്ലേ ചില കാര്യങ്ങളൊക്കെ? അതെ, അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ കൊച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് മാഡം പറഞ്ഞത്. എന്ത് സത്യമാണ് നീ പറഞ്ഞത്? ആ രോഹിത്ത് എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് അവനെ നിർബന്ധിക്കുക. എന്നിട്ടും അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. എന്നിട്ട് അതിന് പകരമായിട്ട് അവനെ അടിച്ചു മറ്റുള്ളവർ. ബാക്കിയുള്ളവർക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ. അവനെന്തിനാ ശിക്ഷ കിട്ടുന്നത്? തെറ്റ് ചെയ്യാത്തവനല്ലേ. അതുകൊണ്ട് ഞാൻ ആ ചേച്ചിയോട് സത്യം തുറന്നു പറഞ്ഞു. എന്തൊരബദ്ധമാ കുട്ടി നീ കാണിച്ചത്. ഇനി ആ കേസിന് ബലം ഉണ്ടാവോ? പറ. ഒരു മൊഴി മാറ്റി പറഞ്ഞാൽ അതോടുകൂടി തീർന്നില്ലേ? ഇല്ല. എന്തിനാ നമ്മൾ കള്ളം പറയണം? ഞാൻ അന്നും നിങ്ങളോട് സത്യം പറഞ്ഞതാ, പോലീസിനോട് സത്യം പറഞ്ഞതാ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ ഇങ്ങനെ ആക്കിയത്. ശരി,
പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യമെല്ലാം കിട്ടണമെങ്കിൽ ഞങ്ങൾ പറയണ പോലെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. പറഞ്ഞേട്ടോ, ഈ കൊച്ചി ഇനി നടന്ന് പുറത്തോട്ടോ അവിടെ എവിടെയൊന്നും പോവരുത്. ദയവ് ചെയ്ത് കണ്ണീരും കൈയാട്ടി വീട്ടിലിരുന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കി വരുത്താനാണ്. ഇനി ഇങ്ങനൊരു ഇതിലേക്ക് ഇരിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ശരണ്യ വീണ്ടും പറയണ്ട്, ആ ചേച്ചി വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്, ഞാൻ ചിരിച്ചത്, എന്നെ ധൈര്യപ്പെടുത്തിയത്, എന്നെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് തന്നത്. ഓ അത് ശരി, അപ്പോൾ അതൊക്കെയാണ് നിനക്ക് വേണ്ടത്. മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും നിനക്ക് വേണ്ട. അതൊക്കെ വേണ്ടാന്നല്ല, പക്ഷേ സത്യമായിട്ട് തന്നെ ഇരിക്കണ്ടേ. ചില കാര്യങ്ങൾ സത്യം നമ്മൾ ചില സമയത്ത് സത്യം കുഴിച്ച് മൂടിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നോണം. പിന്നെ കൊച്ചേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, ഇനി കോടതിയിലേക്ക് കേസിന് വിളിക്കും. അന്നേരം മൊഴിയൊന്നും മാറ്റി പറഞ്ഞേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് ഞങ്ങളിങ്ങനെ കിടന്ന് ഓടുന്നത്, എന്നിട്ട് ഞങ്ങളെ ചതിക്കാൻ നിങ്ങൾ നോക്കരുത് എന്നും പറഞ്ഞും കൊണ്ട് അവരങ്ങോട്ട് പോവാണ്. പക്ഷേ ശരണ്യയുടെ അച്ഛന് നല്ല വിഷമമാണുണ്ട്. എന്നാലും ശരണ്യയ്ക്ക് ഒരു താക്കീത് കൊടുക്കാട്ടോ. ഇനി അലീന വന്നാൽ ഇതിനകത്ത് ഞാൻ കയറ്റത്തില്ല, അവരുമായിട്ടുള്ള വലിയ അടുപ്പമൊന്നും നമുക്കിനി വേണ്ട. അതുകൊണ്ട് തന്നെ നീ മൊഴി മാറ്റി പറയുകയും ചെയ്യരുത്. 4 പേരുണ്ടെങ്കിൽ ആ 4 പേര് തന്നെ കോടതിയിൽ പോകുമ്പോഴും നീ പറഞ്ഞേക്കണം എന്നും പറഞ്ഞ് ശരണ്യയ്ക്ക് നല്ല താക്കീത് കൊടുക്കുകയാണ് കേട്ടോ ഒറ്റ. ശരണ്യ ആകെ കൺഫ്യൂഷനിലായി. എന്താ, എവിടെ, എങ്ങനെയാ, ആരാ ശരി ഒന്നും അവൾക്ക് മനസ്സിലാവാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ്, എന്തായാലും ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ മോന് വേണ്ടി ഇനി ധൈര്യപൂർവ്വം ഇറങ്ങണം. ഗോവർദ്ധനെ വിളിച്ചതുപോലെ ഗോവർദ്ധനം പിറ്റേ ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. വന്നപാടെ ചില കണക്കുകളൊക്കെ ചോദിക്കുകയാണ്. കണക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഗോവർദ്ധനം പറഞ്ഞും കൊടുക്കുകയാണ്. എന്നിട്ട് ഗോവർദ്ധനോട് പറയാം, അതെ, നമ്മുടെ രോഹിത്ത് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ ആ സംഘത്തിലുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതെന്താ അവളെന്ന് തുറന്നു പറയാത്തത്? പോലീസും അവരുടെ ആൾക്കാരും സംഘടനകളും എല്ലാം കൂടെ അവളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാ. കാരണം ആളെണ്ണം കൂടുമ്പോൾ കേസിന് ബലം കൂടുമല്ലോ, പോരാഞ്ഞിട്ട് ഇത്തിരി കാശുള്ള കുടുംബത്തിലെ ആകുമ്പോഴത്തേക്കിനെ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യാമോ ബാലേട്ടാ? നമുക്ക് അവനെ രക്ഷിച്ചെടുക്കണ്ടേ? വേണം. ചുമ്മാ അങ്ങനെ പോയി വാക്കുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. പത്രക്കാരെ അറിയിക്കണം, ചാനലുകാരെ അറിയിക്കണം, പിന്നെ അതിന് വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമപാലക, മറ്റുള്ള ആൾക്കാർ എല്ലാവരും ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചു വരുത്തി ഈ കാര്യം തുറന്നു പറഞ്ഞാലേ ഇതിനൊരു ബലം ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്കങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ അലീനോട് മാത്രമല്ല ആ കുട്ടി തുറന്നു പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ അലീന അത് സമ്മതിച്ച് അവളോടത് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ തീർന്നില്ലേ എല്ലാം? അത് ശരിയാണ്. ആ പെൺകുട്ടി തന്നെ എല്ലാവരുടെ മുന്നിൽ വന്ന് തുറന്നു പറയണം. എന്നാലേ ഇത് നമുക്ക് രോഹിത്തിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് ആ കുട്ടി സമ്മതിക്കുമോ? അതിൻ്റെ അച്ഛനോ അമ്മയോ കൂടെ നിൽക്കുന്ന ആൾക്കാരോ മറ്റുള്ള സംഘടനയുടെ ആൾക്കാരോ ഒക്കെ സമ്മതിക്കുമോ? അവർ പറയും പോലെയല്ലേ ആ കുട്ടിയെ കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് അലീന എന്താ പറയുന്നത് ബാലേട്ടാ? അലീന പറയുന്നത് ചാടിക്കറി ഒന്നും ചെയ്യണ്ട, സമാധാനമായിട്ടിരിക്കാൻ. അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ബാലേട്ടാ? പറ്റില്ല. എന്നാലും ഇപ്പോൾ അവൾ പറയുന്നത് കുറച്ച് അനുസരിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ആ കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അതിനല്ലേ വേണ്ടത്. അപ്പോൾ അത് അവൾ നേരിട്ട് പത്രക്കാരോടോ അല്ലെങ്കിൽ ചാനലുകാരോടോ എല്ലാവരും കേക്ക് തുറന്നു പറഞ്ഞാൽ മാത്രമേ കേസിന് ബലമുള്ളൂ. അതിനുവേണ്ടി അലീന തന്നെ മുൻകൈ എടുത്താലേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ സ്വാധീനിക്കണം നമുക്ക് ഈ ഒരു കാര്യത്തിൽ. കാരണം രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് തെറ്റ് ചെയ്യാത്തവൻ എന്ത് നമ്മൾ ശിക്ഷിക്കുന്നത്? അത് ആ ശിക്ഷ പാടില്ല. അതുകൊണ്ട് നമുക്ക് അവനെ രക്ഷിച്ചെടുക്കണം. അതിനുവേണ്ടി തൽക്കാലം അലീന എന്താ പറയുന്നത് അവളുടെ ഒപ്പം നിൽക്കാനാണ് ഇവരെല്ലാവരും തീരുമാനിച്ചിരിക്കട്ടോ. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.